ഹലോ എവ്രി വൺ, ഡോക്ടർ അരവിന്ദ് നന്ദികിഷോർ ഹിയർ. ആസ് എൻ ഓപ്ഷൻസ് ട്രേഡർ നിങ്ങൾക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ലേ? അതായത് നിങ്ങൾ ഒരു കോൾ ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു പുട്ട് ഓപ്ഷൻ വാങ്ങിക്കുന്നു, 100 രൂപയിൽ വാങ്ങിക്കുന്നു. 110 അല്ലെങ്കിൽ 115 എത്തുമ്പോൾ നല്ലൊരു പ്രോഫിറ്റ് ആയെന്ന് കരുതിയിട്ട് നിങ്ങളത് വിറ്റ് ഒഴിവാക്കുന്നു. അതിനുശേഷം നിങ്ങളത് കാണുന്നത് എത്രയിലാണ്? 150, 160, 200 അല്ലേ? അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കത് സ്വാഭാവികമായിട്ടും തോന്നും, ഞാനത് വിൽക്കണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇതിൻ്റെ നേരെ റിവേഴ്സ് കേസ്, 100-ൽ നിന്ന് 110, 115 പോയി, നിങ്ങളത് വിറ്റില്ല. ആൻഡ് തിരിച്ചത് താഴേക്ക് വന്ന് 50-ലും 40-ലേക്ക് ഒക്കെ എത്തുന്നു. നിങ്ങൾ വലിയ നഷ്ടത്തിലേക്ക് എത്തുന്നു. അപ്പോൾ നിങ്ങൾ തോന്നും 110-ൽ വിൽക്കാമായിരുന്നു അല്ലേ, 115-ൽ വിൽക്കാമായിരുന്നു തോന്നിയിട്ടില്ല. സോ ഈ ഒരു സിറ്റുവേഷനിലൂടെ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ട്രേഡേഴ്സും കടന്നു പോയിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് എങ്ങനെ ഇത് ഏതുവരെ റൈഡ് ചെയ്യാം, അല്ലെങ്കിൽ എവിടെ കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം എന്ന് മനസ്സിലാക്കുന്ന ഒരു ടൂൾ കിട്ടിയാലോ? ദാറ്റ് ഈസ് 915trade.com. ആൻഡ് ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ബ്രാൻഡ് ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ വെൽക്കം അഗെയിൻ ടു ഫൈനാൻസ് വിത്ത് എബി. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വോളിയം ഉപയോഗിച്ച് എങ്ങനെ നല്ല ട്രേഡ് എടുക്കാം, വോളിയം അനാലിസിസിനെ എങ്ങനെ നന്നായിട്ട് യൂസ് ചെയ്യാമെന്ന് കണ്ടു. ഓക്കെ, സോ അതിൻ്റെ അടുത്ത ഒരു എക്സ്റ്റെൻഡഡ് സ്ട്രാറ്റജി അത് മനസ്സിലാക്കാൻ നമ്മൾ നേരെ 915trade.com എന്ന വെബ്സൈറ്റിലേക്ക് പോകുന്നു. ഓക്കെ, സോ വി ആർ ഓൾറെഡി ഇൻ ദ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മളിവിടെ നിഫ്റ്റി ട്രെൻഡ് ലൈൻ ഉപയോഗിച്ചാണ് നമ്മൾ വോളിയം അനാലിസിസ് നടത്തിയിരുന്നത് കഴിഞ്ഞ വീഡിയോയിൽ. അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുകളിൽ നമ്മൾ ഐ ബട്ടണിൽ ലിങ്ക് കൊടുക്കുന്നതാണ്. തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടിട്ട് തീർച്ചയായിട്ടും വരിക. ആൻഡ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ 4th ക്വാർട്ടറിൽ നിഫ്റ്റി സ്ട്രൈക്ക് വൈസ് സെല്ലേഴ്സ് വോളിയം ഉപയോഗിച്ചുകൊണ്ട് എവിടെയൊക്കെയാണ് ബയേഴ്സും സെല്ലേഴ്സ് നിൽക്കുന്നത്, ആൻഡ് ഇതിന് എന്ത് ട്രെൻഡ് ലൈൻ വരുമ്പോൾ എങ്ങനെ അതിനെ നന്നായിട്ട് മാക്സിമൈസ് ചെയ്യാം, ബിഗ് മൂവ്സ് എങ്ങനെ ക്യാച്ച് ചെയ്യാം എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ്. ഓക്കെ, സോ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഹിസ്റ്ററി ചാർട്ട്സിൽ പോകുന്നു. ഇൻഡെക്സ് വ്യൂവിൽ ഓക്കെ, നിഫ്റ്റി ഓൾറെഡി സെലക്റ്റഡ് ആണ്. ഞാൻ അതിനുവേണ്ടി സെലക്ട് ചെയ്യുന്നത് ഇക്കഴിഞ്ഞ ലേറ്റസ്റ്റ് ഡേറ്റയാണ്. സോ ഓഗസ്റ്റ് 11, 12 2 ദിവസങ്ങളിലെ ഓരോ എക്സാമ്പിൾസ് എടുത്തിട്ട് ഒരു കോൾ ഓപ്ഷനും ഒരു പുട്ട് ഓപ്ഷനും നമുക്ക് എങ്ങനെ മാക്സിമം റൈഡ് ചെയ്യാമായിരുന്നു എന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, സോ ആദ്യം നമ്മൾ 11th ഓഗസ്റ്റിലേക്ക് പോകുന്നു. ആൻഡ് പോകുമ്പോൾ നമുക്ക് ഈ ഡേറ്റ ഇങ്ങനെ ലോഡായി വരും. ഇറ്റ് മൈ ടേക്ക് അനദർ 10 seconds. യെസ്, ഓക്കെ, സോ ഇവിടെ നമുക്ക് ഡേറ്റ വന്നിട്ടുണ്ട്. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമ്മൾ ഈ ലെഫ്റ്റ് ബോട്ടത്തിൽ കാണുന്നതാണ് നിഫ്റ്റിയുടെ സ്പോട്ട് ക്യാൻഡിൽസ്. അപ്പോൾ നമ്മൾ രാവിലെ മുതൽ തന്നെ ചെറിയൊരു കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് ഒന്ന് ഉയർന്നു തുടങ്ങി. ആൻഡ് നമ്മൾ അറൗണ്ട് 10:23 ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഡേയുടെ ഹൈ ബ്രേക്ക് ചെയ്തു ആൻഡ് മുകളിലേക്ക് പോയി അല്ലേ. അപ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു കോൾ ഓപ്ഷൻ എടുക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും. ആൻഡ് 10:25 ആ റേഞ്ചിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും 10:15, 10:20 ആകുമ്പോഴത്തേക്കും വോളിയം നമുക്ക് സപ്പോർട്ടാണ് അല്ലേ. ഈ സെക്കൻഡ് ക്വാർട്ടറിലുള്ള വോളിയം നമുക്ക് സപ്പോർട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 10:25 ടൈം എടുത്തിട്ട് നിഫ്റ്റി സ്ട്രൈക്ക് വൈസ് സെല്ലേഴ്സ് വോളിയം ഒന്ന് ചെക്ക് ചെയ്യുന്നു. സോ 10:25 ഞാൻ ടൈം എടുക്കുന്നു. ആൻഡ് 10:25 ഇതായിരുന്നു ഡേറ്റ ഉണ്ടായിരുന്നത്. ഓക്കെ, സോ അവിടെ സെല്ലേഴ്സ് ആയിരുന്നു കൂടുതൽ ഒബ്വിയസ്ലി, പക്ഷേ മാർക്കറ്റ് മുകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വോളിയം കണ്ടിട്ട് ഞാൻ എന്ത് ചെയ്തു, ATM സ്ട്രൈക്ക് ആയിട്ടുള്ള 24,450 അതിൻ്റെ ഡേറ്റ എടുത്തു. അപ്പോൾ ഡേറ്റ എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീന് ലോഡായിട്ട് വരുന്നതാണ്. ഓക്കെ, സോ മാർക്കറ്റ് മുകളിലേക്കാണല്ലോ പോകുന്നത്. വോളിയം നമുക്ക് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, മുകളിലേക്ക് പോകാനാണ് സാധ്യത. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കോൾ ഓപ്ഷൻസിലാണ് ട്രേഡ് ചെയ്യേണ്ടത്. കോൾ ഓപ്ഷൻ വാങ്ങിക്കാനാണല്ലോ നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുട്ട് സെൽ ആൽഫ ആർക്ക് നമ്മൾ ഡിസേബിൾ ചെയ്ത് വെക്കുക. കോൾ സെല്ലർ ആൽഫ ആർക്ക് മാത്രം നമ്മൾ എനേബിൾ ചെയ്യുക. ആൻഡ് ഷോ ക്യാൻഡിൽസ് എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, ആൻഡ് ഷോ ക്യാൻഡിൽസ് കൊടുക്കുമ്പോൾ നമുക്ക് കാണാം 10:25 റേഞ്ചാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, സോ 10:25 നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഇവിടെയാണ് 10:25 ക്യാൻഡിൽ. അപ്പോൾ നമ്മൾ നോക്കുക, കോൾ സെല്ലേഴ്സിന്റെ വോളിയമാണ് ഇവിടെ കാണുന്നത് അല്ലേ. അപ്പോൾ കോൾ സെല്ലേഴ്സിന്റെ വോളിയം എങ്ങനെ മൂവ് ചെയ്യുന്നുള്ളതിന്റെ ഒരു സ്മൂത്ത് വേർഷൻ, അല്ലെങ്കിൽ നമ്മൾ ഒരു മൂവിങ് ആവറേജ് എന്ന് മനസ്സിലാക്കാം. ഒരു മൂവിങ് ആവറേജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ മൂവിങ് ആവറേജിന് എയ്തർ സൈഡിലേക്ക് ക്രോസ് ഓവർ ചെയ്യുകയാണെങ്കിൽ ആ സൈഡിലേക്ക് നമുക്കൊരു ട്രേഡ് എടുക്കാവുന്നതാണ്. അതായത് കോൾ സെല്ലേഴ്സ് ആൽഫ ആർക്കിന് മുകളിലാണ്, അപ്പോൾ കോൾ സെല്ലേഴ്സ് ആണ് സ്ട്രോങ്. ഇനി ആൽഫ ആർക്കിന് താഴേക്ക്, അതായത് മൂവിങ് ആവറേജിന് താഴേക്ക് വരികയാണെങ്കിൽ കോൾ സെല്ലേഴ്സ് വീക്ക് ആവുകയാണ്, അതായത് കോൾ ബയേഴ്സ് സ്ട്രോങ് ആവുകയായിരിക്കണമല്ലോ. അപ്പോൾ നമുക്ക് അവിടെ ഒരു കോൾ ബൈ എടുക്കാം എന്നുള്ളതാണ് ഐഡിയ. ഓക്കെ, സോ ഇത് കോൾ സെല്ലേഴ്സിന്റെ പോലെയാണ്, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. സോ 10:25 നോക്കുമ്പോൾ യെസ്, 10:25 നമ്മൾ ഇവിടെ ആയിരുന്നു. ആൻഡ് 10:25 ട്രേഡ് എടുത്തിരുന്നെങ്കിൽ നമ്മൾ താഴേക്ക് വന്നു, ഇമ്മീഡിയറ്റ്ലി ആൽഫ ആർക്കിൽ തട്ടി മുകളിലേക്ക് പോയി. ആൻഡ് നമുക്കവിടെ ഒരു ലോസ് ഉണ്ടാവുമായിരുന്നു. അതായത് താഴേക്ക് വരുമ്പോൾ കോൾ സെല്ലേഴ്സ് വീക്ക് ആകുമ്പോൾ കോൾ ബൈ എടുക്കുക, തിരിച്ച് ക്രോസ് ഓവർ സംഭവിക്കുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് വെക്കുക. അതാണ് ഐഡിയ. ഓക്കെ, സോ അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ഉണ്ടാവുമായിരുന്നു. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്ന എപ്പോഴാണ്? 10:28 അപ്പോൾ 10:25 to 10:28 കോൾ ഓപ്ഷനിൽ എന്ത് സംഭവിച്ചു നമുക്ക് നോക്കാം. സോ 10:25 ഞാൻ എൻ്റെ എൻ്റർ ചെയ്യുന്നത്
10.25 നിങ്ങൾക്ക് ഇവിടെ ഡേറ്റ കാണാം. 10.25 ഏകദേശം 127, 128 ഞാൻ എൻ്റർ ചെയ്യുന്നത്. 10.28 ഞാൻ എക്സിറ്റ് ചെയ്യുന്നത് എത്രയാണ്? 125, 26 റേഞ്ചിലാണ്. അതായത് 2-3 പോയിന്റ് ആണ് എൻ്റെ സ്റ്റോപ്പ് ലോസ്. ഓക്കെ, സോ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി എന്ന് തന്നെ ഇരിക്കട്ടെ. ഈ സ്ട്രാറ്റജി മാത്രം ഉപയോഗിക്കുമ്പോഴുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആൻഡ് അതിനുശേഷം ആദ്യത്തെ ട്രേഡ് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. അതേപോലെ രണ്ടാമത്തെ ട്രേഡും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. രണ്ടാമത്തെ ട്രേഡ് വീണ്ടും ക്രോസ് ഓവർ മുകളിലേക്ക് പോയിട്ട് വീണ്ടും താഴെ ക്രോസ് ഓവർ സംഭവിച്ചു. 10.52 സംഭവിച്ചു. ആൻഡ് 10.58 വീണ്ടും സ്റ്റോപ്പ് ലോസ് അടിച്ചു. കാരണം നമുക്ക് വലിയ റൈഡൊന്നും കിട്ടില്ല. സോ ഞാനിവിടെ ടൈം എക്സാക്ട്ലി നോക്കാം. 10.52 മുതൽ 10.58 വരെ. ആ സമയത്ത് കോൾ ഓപ്ഷൻ എന്ത് സംഭവിച്ചു നോക്കാം. 10.52 മുതൽ 10.58 വരെ അല്ലേ? 10.52 നമുക്ക് യെസ് ഇവിടെയാണുള്ളത്. ഓക്കെ, സോ 10.52 ഡേറ്റ എങ്ങനെയാണ്? ഏകദേശം 133, 34, 35 റേഞ്ചിലാണ്. ആൻഡ് 10.58 132-ലാണുള്ളത്. ഓക്കെ, സോ 2-3 പോയിന്റ് അവിടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു. 2 ട്രേഡ് എടുത്തു, 2 സ്റ്റോപ്പ് ലോസ് അടിച്ചു. ആൻഡ് ഇനിയാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി വരും. ഓക്കെ, സോ നമ്മൾ അഗെയിൻ വി കെപ്റ്റ് ഓൺ ഡൂയിങ് ദ സെയിം. അതുകൊണ്ട് തന്നെ 2-3 സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. ആൻഡ് കം 12.42 എത്തിയപ്പോഴത്തേക്കും നമുക്ക് വീണ്ടും ഒരു ക്രോസ് ഓവർ ഉണ്ട്. ഇൻഫാക്ട് 12.40 വേണ്ട, 12.40 നിങ്ങൾക്ക് കിട്ടിയില്ല. 12.42 ആകുമ്പോഴത്തേക്ക് ക്രോസ് ഓവർ നിങ്ങൾ കൺഫേം ചെയ്തു, താഴേക്ക് വന്നിട്ടുണ്ടെന്ന് കൺഫേം ചെയ്തു. സോ 12.42 നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നു. ബൈ ചെയ്ത് കഴിഞ്ഞാൽ 12.42 ഈ ഓപ്ഷൻ എവിടെയുള്ളത് നമുക്ക് നോക്കാം. സോ 12.42 ഈസ് ഏകദേശം ഇവിടെയാണുള്ളത്. 12.42 ഇതിൻ്റെ വില ഏകദേശം, ഈ കോൾ ഓപ്ഷൻ്റെ വില ഏകദേശം 130 റുപ്പീസാണ്, 130 രൂപയാണ്. ആൻഡ് ഇമ്മീഡിയറ്റ്ലി നമുക്ക് നെക്സ്റ്റ് കിട്ടിയ ഒരു 20 മിനിറ്റിനുള്ളിൽ കിട്ടിയ റൈഡ് നോക്കൂ. ഹയസ്റ്റ് 165. ഓക്കെ, 165 വരെ പോയി. ആൻഡ് നിങ്ങൾക്ക് എവിടെ ഇത് എക്സിറ്റ് ചെയ്യണം എന്നുള്ളത് അറിയില്ല. സോ ക്വയറ്റ് നാച്ചുറൽ, വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഈ ആൽഫാർക്കിന് താഴെ എത്രത്തോളം നേരം ഈ ക്യാൻഡിൽസ് നിൽക്കുന്നോ അത്രത്തോളം നേരം നിങ്ങൾ സെല് ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ് കീപ്സ് ഗോയിങ് ഡൗൺ ആൻഡ് ഡൗൺ ആൻഡ് ഡൗൺ. അവിടെയൊക്കെ കോൾ സെല്ലേഴ്സ് വീക്ക് ആവുകയാണ്, അതായത് കോൾ ബയേഴ്സ് ആക്റ്റീവ് ആവുകയാണ്, ഹൈ ആവുകയാണ്. അതായത് നിങ്ങൾക്ക് എത്രത്തോളം നേരം ഇതിന് താഴെ നിൽക്കുന്നോ അത്രത്തോളം നേരം നിങ്ങൾക്ക് ഇതിനെ റൈഡ് കൊണ്ടുപോകാം. എവിടെയാണ് നിങ്ങൾക്ക് ഇതിന് തിരിച്ചൊരു ക്രോസ് ഓവർ സംഭവിക്കുന്നത്? ഇവിടെ എൻ്റർ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ എക്സിറ്റ് ചെയ്യുക ഏകദേശം ഈ ഒരു ക്യാൻഡിലാണ് 254 അല്ലേ? 2.54 നിങ്ങൾ എക്സിറ്റ് ചെയ്യുക. ആൻഡ് 2.54 ക്യാൻഡിൽ എവിടെ നിൽക്കുന്നു നിങ്ങൾ നോക്കുക. 2.54 യെസ്, ക്യാൻഡിൽ 190 കഴിഞ്ഞ് പോയി. ഓക്കെ, 190 to 193. നിങ്ങൾ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്? നിങ്ങൾ ഞാൻ മറന്നു, 130 റേഞ്ചിൽ എവിടെയാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്? 190 വരെ നിങ്ങൾക്ക് റൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് നല്ലൊരു റൈഡ് കിട്ടിയില്ലേ? നിങ്ങൾക്ക് ആദ്യത്തെ 2 ട്രേഡിലെ സ്റ്റോപ്പ് ലോസ് മൊത്തം ഒരു 5-6 പോയിന്റ്, അല്ലെങ്കിൽ പോട്ടെ മാക്സിമം ഒരു 10 പോയിന്റ് നിങ്ങൾക്ക് വന്നു. പക്ഷെ നിങ്ങൾക്ക് കിട്ടിയ റൈഡ് ഏകദേശം 60 പോയിന്റാണ്. അതിന്റെ 6 ഇരട്ടിയോളാണ് റൈഡ് കിട്ടിയത്. ആൻഡ് ദിസ് ഈസ് ദ കേസ് ഫോർ കോൾ ഓപ്ഷൻ 11th ഓഗസ്റ്റ്. ഇതേപോലെ തൊട്ടടുത്ത ദിവസം നമുക്ക് വളരെ നല്ലൊരു റൈഡ് ഉണ്ടായിരുന്നു. ഞാനും ട്രേഡ് ചെയ്തിട്ട് എനിക്ക് ലാഭം ഉണ്ടായ ഒരു ദിവസമാണ് 12th ഓഗസ്റ്റ്. സോ 12th ഓഗസ്റ്റിന് നമുക്ക് സംഭവിച്ചത് 12th ഓഗസ്റ്റിന് ഇതാണ് ഡേറ്റ. സോ 12th ഓഗസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, മുകളിലേക്ക് പോകുന്നുണ്ട്. ആൻഡ് വി കുഡ് ഹാവ് ടേക്കൺ എ കോൾ ഓപ്ഷൻ അല്ലേ? 9:42, 45 ആകുമ്പോഴത്തേക്കും മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നുണ്ട്. അവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താണ്? വോളിയം സപ്പോർട്ടിംഗ് ആണ്. വോളിയം സപ്പോർട്ട് ചെയ്യുമ്പോൾ 9:45 നമ്മൾ ATM സ്ട്രൈക്ക് ഏതാണെന്ന് നോക്കുക. 9:45 ഡേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഓൾവേസ് സപ്പോർട്ട് ബയേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. അപ്പോൾ ATM സ്ട്രൈക്ക് ഏകദേശം 24,650 ആണ്. സോ 24,650 ആ സമയത്ത് നമുക്കൊരു ക്രോസ് ഓവർ സ്ട്രാറ്റജി വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. നമുക്ക് കോൾ ഓപ്ഷൻ ആണല്ലോ വേണ്ടത്, ബൈ ചെയ്യേണ്ടത്. അപ്പോൾ കോൾ ഓപ്ഷൻ മാത്രം എനേബിൾ ചെയ്ത് വെക്കുക. ആൻഡ് ഷോ ക്യാൻഡിൽസ് കൊടുക്കുക. നമുക്ക് 9:45 ആകുമ്പോഴത്തേക്കും 9:45 ആകുമ്പോഴത്തേക്കും ഓക്കെ, ഇത് താഴേക്ക് വന്നിട്ടില്ല, അതായത് ആൽഫ ആർക്കിന് താഴേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഒരു ട്രേഡ് എടുക്കുന്നില്ല. ആൻഡ് നമ്മൾ ട്രേഡ് എടുക്കുന്നത് എപ്പോഴാണ്? നമ്മൾ ട്രേഡ് എടുക്കുന്നത് ക്രോസ് ഓവർ സംഭവിക്കുമ്പോൾ 9:55 9:55 നമ്മൾ ട്രേഡ് എടുത്തിരുന്നെങ്കിൽ 10:03 വരെ നമുക്ക് നല്ലൊരു റൈഡ് കിട്ടിയനെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. 9:55 മുതൽ 10:03 വരെ. 9:55 എവിടെയാണ് ഈ ക്യാനിലുള്ളത്? ഞാൻ കോൾ ഓപ്ഷൻ, ഇത് പുട്ട് ഓപ്ഷനാണ്, കോൾ ഓപ്ഷൻ 9:55 ഈ കോൾ ഓപ്ഷൻ്റെ വില, അതായത് 24,650 കോൾ ഓപ്ഷൻ്റെ വില 110 രൂപ. 104 മുതൽ 111 വരെയാണ്. അപ്പോൾ നമുക്ക് ഏകദേശം പോട്ടെ, നമുക്കൊരു 108, 109 വാങ്ങിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. 10:03 എവിടെ എത്തി? 134 രൂപ എത്തി.
അത് 110 മുതൽ 134 രൂപ വരെ നമുക്കൊരു നല്ലൊരു റൈഡ് കിട്ടി. കുറച്ച് പാർഷ്യൽ ക്വാണ്ടിറ്റി ബുക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങി, ബാക്കിയൊക്കെ നമ്മൾ കോസ്റ്റിൽ എക്സിറ്റ് ചെയ്ത് നമുക്ക് വലിയൊരു പ്രോഫിറ്റ് ഇല്ല. ഐ എഗ്രി. ഓക്കെ. ആൻഡ് അതിനുശേഷം അന്ന് എന്തുണ്ടായി നമുക്ക് നോക്കാം. മാർക്കറ്റ് താഴേക്ക് വന്നു തുടങ്ങി. അപ്പോൾ എവിടെയാണ് വോളിയമും താഴേക്ക് വന്നു തുടങ്ങി. വോളിയം എപ്പോഴാണ് താഴേക്ക് വരുന്നത്? വോളിയം താഴേക്ക് വന്ന് മുന്നേ ഉണ്ടായിരുന്ന ഒരു ലോ ഒക്കെ ബ്രേക്ക് ചെയ്യുന്നത് ഏകദേശം 10.25 അല്ലെങ്കിൽ 10.26, 28 സമയത്താണ്. അപ്പോൾ 10.28 സമയത്ത് നമുക്ക് ഒരു പുട്ട് ഓപ്ഷന് പോസിബിലിറ്റി ഉണ്ടോ നമുക്ക് നോക്കാം. അപ്പോൾ 10.28 നമ്മൾ എടുക്കുന്നു. അതിൻ്റെ ഡേറ്റ ലോഡായി. യെസ്, ഇതാണ് 10.28 സോ 10.28 ATM 24,600 ആയിരുന്നു. ആൻഡ് 24,600 എങ്ങനെയാണ് നമുക്ക് പുട്ട് ഓപ്ഷൻ ആണല്ലോ വേണ്ടത്. അപ്പോൾ നമ്മൾ കോൾ 2 ഡിസേബിൾ ചെയ്യുക, പുട്ട് ഓപ്ഷൻസ് വെക്കുക ആൻഡ് ഷോ ക്യാൻഡിൽസ് കൊടുക്കുക. പുട്ട് സെല്ലേഴ്സ് എവിടെ വീക്ക് ആവുന്നു അവിടെ പുട്ട് ബയേഴ്സ് ആക്റ്റീവ് ആവുന്നു നമുക്ക് കണക്കാക്കാമല്ലോ. അതായത് 10.26 10.26 നമ്മൾ പറഞ്ഞ എക്സാക്ട്ലി ആ പോയിന്റിൽ 10.28 10.29 ആ സമയത്ത് ഒരു പുട്ട് ഓപ്ഷൻ നമ്മൾ എൻ്റർ ചെയ്യുന്നു ഇരിക്കട്ടെ. അതായത് 10.28 29 ക്രോസ് ഓവർ നടന്നിട്ടുണ്ട്. ആൻഡ് 10.28 നമ്മളൊരു പുട്ട് ഓപ്ഷൻ എൻ്റർ ചെയ്തിരുന്നെങ്കിൽ 10.28 ഈസ് ഏകദേശം ഇവിടെയാണ്. യെസ്, 10.28 24,600 പുട്ട് ഓപ്ഷൻ്റെ വില ഏകദേശം 74 രൂപയിൽ നമുക്ക് കിട്ടുന്ന ചോദിച്ചാൽ 76 ഹയസ്റ്റ്, 69 ലോവസ്റ്റ്, 78 ഹയസ്റ്റ്, 69 ലോവസ്റ്റ്. നമുക്കൊരു 75 നമ്മൾ എടുത്തു തന്നെ ഇരിക്കട്ടെ. ആൻഡ് തൊട്ടടുത്ത 3-4 മിനിറ്റ് കൊണ്ട് 79 എടുത്ത സാധനം ഹയസ്റ്റ് 110 രൂപയിൽ പോയി. അവിടെ നിങ്ങൾക്ക് കുറച്ച് പാർഷ്യൽ ക്വാണ്ടിറ്റി എക്സിറ്റ് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് വലിയൊരു റൈഡ് അതിനുശേഷം കിട്ടുമോ ഇല്ലയോ അത് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ആസ് ലോങ് ആസ് ഇത് താഴെ നിൽക്കുന്നത്, അതായത് ആൽഫാർക്കിന് താഴെ നിൽക്കുന്നിടത്തോളം നമ്മളത് വിൽക്കേണ്ട എന്നുള്ളതാണല്ലോ നമ്മുടെ സ്ട്രാറ്റജി. ഓക്കെ. സോ നമ്മൾ വിൽക്കുന്നത് എവിടെയാണ്? നമ്മൾ വിൽക്കുന്നത് ഏകദേശം 11:38 ക്രോസ് ഓവർ സംഭവിച്ചിരുന്നത്. സോ 11:38 വരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. 11:38 ആകുമ്പോഴത്തേക്കും ഇത് നമ്മൾ എക്സിറ്റ് ചെയ്യുന്നു. സോ 11:38 എവിടെയാണ് നമ്മൾ എക്സിറ്റ് ചെയ്യുന്നത്? 11:38 അപ്പോഴും ഇതിൻ്റെ വില 11:38 ഇതിൻ്റെ വില എന്ന് പറയുന്നത് 102 രൂപ 103 രൂപയാണ്. അതായത് നമ്മൾ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോഴും നമ്മൾ നല്ല പ്രോഫിറ്റിലാണ്. നമ്മൾ എൻ്റർ ചെയ്തപ്പോഴാണ് 75 to 105 അല്ലേ, 30 പോയിന്റ്. അതായത് ഓൾമോസ്റ്റ് ഒരു 40-45% നമുക്ക് നല്ലൊരു റൈഡ് കിട്ടി അല്ലേ. ആൻഡ് നമുക്ക് മാക്സിമൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നമുക്ക് ബിഗ് മണി മൂവ് കുറച്ചെങ്കിലും ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ലേ? ഒരു ഓപ്ഷൻ രാവിലെ 100 രൂപ മുതൽ 200 രൂപ വരെ ഒരു ദിവസം മൂവ് ചെയ്തിരിക്കുക. ആസ് ആൻ എക്സാമ്പിൾ, നമുക്ക് ഒരിക്കലും 100 മുതൽ 200 വരെ റൈഡ് കിട്ടില്ല. അത് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. പക്ഷേ അതിൽ തന്നെ ഉള്ള മാക്സിമം റൈഡ് എവിടെ പോസിബിൾ ആണെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ആൻഡ് കണ്ടിന്യൂയിങ് അവിടെ തീർന്നിട്ടില്ല, അതാണ് അതിൻ്റെ ബ്യൂട്ടി. ഓക്കെ. സോ ആ റൈഡ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. ആൻഡ് പിന്നീട് നമ്മൾ ട്രേഡ് എടുക്കുന്നു. ഇവിടെ ഒരു ക്രോസ് ഓവർ നടന്നു, വീണ്ടും താഴേക്ക് വന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ട്രേഡ് എടുക്കരുത്. മുകളിൽ നിന്ന് സസ്റ്റെയിൻ ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഡ്രോപ്പ് ചെയ്യുമ്പോഴേ നിങ്ങൾ ട്രേഡ് എടുക്കേണ്ട ആവശ്യമുള്ളൂ. ആൻഡ് അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത ട്രേഡ് വരിക ഇവിടെ ആയിരിക്കും അല്ലേ. 11:16 1:15 ട്രേഡ് വരിക. 1:15 മുതൽ 1:23 ആകുമ്പോഴത്തേക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി എക്സിറ്റ് ആയി ഇരിക്കട്ടെ. അപ്പോൾ 1:15 മുതൽ 1:26 1:15 മുതൽ 1:23 വരെ. അപ്പോൾ പുട്ട് ഓപ്ഷൻ നമ്മൾ അവിടെ വീണ്ടും എടുക്കുന്നു. 1:15 സമയം എന്ന് പറയുമ്പോൾ ഇവിടെയാണ് അല്ലേ. 1:15 1:15 ഇതിൻ്റെ വില ഏകദേശം 88 രൂപയാണ് ഹയസ്റ്റ് പോയിരിക്കും. പോട്ടെ, നമ്മൾ 86 87 എടുത്തു തന്നെ ഇരിക്കട്ടെ. 1:23 നമ്മൾ എക്സിറ്റ് ചെയ്യുന്നു അല്ലേ. 1:23 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വില എത്രയാണ്? 84 ലോവസ്റ്റ് പോയിന്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ക്രോസ് ഓവർ സംഭവിച്ചു. അപ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യാം. 87 എടുത്തു, 84 വിറ്റു. ആർക്കും ഒരു നഷ്ടമില്ലോ, കുഴപ്പമില്ലോ. ഓൾമോസ്റ്റ് കോസ്റ്റ് ആണ്. ആൻഡ് നമ്മൾ വീണ്ടും പോകുന്നു. വീണ്ടും നല്ല അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ആൻഡ് പിന്നീട് മോളിൽ കയറി സസ്റ്റെയിൻ ചെയ്തിട്ട് ക്രോസ് ഓവർ നടന്നപ്പോഴാണ് 2:03 അല്ലേ. ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ് നടന്നത്. 2:03 മുതൽ നമ്മൾ സെല് ചെയ്യേണ്ട ആവശ്യമേ വന്നിട്ടില്ല. വി ജസ്റ്റ് കെപ്റ്റ് അവർ പൊസിഷൻ. ഓക്കെ. സോ 2:03 നമ്മൾ എൻ്റർ ചെയ്യുന്നു. 2:03 എവിടെയാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്? 2:03 ആകുമ്പോഴത്തേക്കും യു ആർ ലിറ്ററലി ഗെറ്റിംഗ് ഇറ്റ് അറ്റ് ദ ബോട്ടം. അതായത് ബോട്ടം മോസ്റ്റ് പോയിന്റിലൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ. 2:03 ഇതിൻ്റെ വില ഏകദേശം ഹയസ്റ്റ് പോയിന്റ് വന്നിരിക്കുന്നത് 91 നമ്മളൊരു 90 രൂപയിൽ എടുത്തുനിന്നിരിക്കട്ടെ. നമ്മൾ അടുത്തൊരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയത് ഹയസ്റ്റ് പോയിന്റ് 123 90 മുതൽ 123 വരെ. മോശമില്ലല്ലോ, റൈഡ് മോശമില്ല. പക്ഷെ അതുകൊണ്ട് തീർന്നു ഇല്ല, നമ്മൾ വിൽക്കുന്നില്ല. എന്തുകൊണ്ട്? ആൽഫാർക്കിന് മുകളിലേക്ക് ഇത് ക്രോസ് ഓവർ തിരിച്ച് സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ ഇത് ഏതുവരെ പോയെന്ന് നോക്കൂ. 140 145 റേഞ്ചിലേക്കൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതൊരു പോസിബിൾ ആണ്. എന്തുകൊണ്ടാണ് പോസിബിൾ? നമ്മൾ ആൽഫാർക്ക് അപ്പോഴും നമ്മുടെ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുക. അതിന് താഴേക്ക് പോകുന്നതോറും നമ്മൾ പുട്ട് ഓപ്ഷൻ വില കൂടിക്കൊണ്ട് തന്നെ ഇരിക്കും. ഓക്കെ. സോ ഇതാണ് സ്ട്രാറ്റജി. ഓക്കെ. സോ ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ 2 ദിവസത്തെ എക്സാമ്പിൾ മാത്രമാണ് കാണിച്ചു തന്നിരിക്കുന്നത്. ഒരു കോൾ ഓപ്ഷൻ, ഒരു പുട്ട് ഓപ്ഷൻ.
പക്ഷേ നിങ്ങൾക്ക് ഹിസ്റ്റോറിക്കൽ ഡേറ്റ എടുത്തിട്ട് വേറെ ഒരുപാട് ദിവസങ്ങളുടെ ഡേറ്റ നിങ്ങൾക്ക് ഇത് വെച്ച് റീചെക്ക് ചെയ്യാം, നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് തന്നെ ബോധിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ടൂൾ യൂസ് ചെയ്യാം. ഇൻ കേസ് ഇഫ് യു വാണ്ട് ടു യൂസ് ദിസ് ടൂൾ, നിങ്ങൾക്ക് ഈ ടൂളിൻ്റെ പ്രീമിയം വേർഷൻ ലൈവ് ചാർട്ട് കിട്ടണമെങ്കിൽ, ലൈവ് ചാർട്ട് ഡേറ്റ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടതാണ്. പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുക്കണമെങ്കിൽ താഴെ കാണുന്ന കൂപ്പൺ കോഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 15% ഓഫ് ഓൺ ദ മന്ത്ലി പ്രൈസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, സോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ടൂൾ ഒന്ന് പരിശോധിച്ച് നോക്കുക. ആൻഡ് ഇഫ് ഇറ്റ് വർക്ക്സ് നിങ്ങൾ തീർച്ചയായിട്ടും യൂസ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫ്രം Dr. Arun Nandikishore and Team Finance with AB4. This video and ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ ടിൽ വി മീറ്റ് അഗെയിൻ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ, ഗുഡ് ബൈ, ജയ് ഹിന്ദ് ആൻഡ് ടേക്ക് കെയർ.